ചേച്ചി രാവിലെ പള്ളിയിൽ പോയി. നിങ്ങൾ പോയില്ല? ഞങ്ങൾ വൈകുന്നേരം പോവാന്ന് ഓർത്തു. അതെ, ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയിട്ട് ഒരു പറ്റി എന്നോടൊരു കൊച്ച് ഒരു കയ്യിൽ ഇങ്ങനെ പ്രയർ കാർഡ് ആയിട്ട് വന്നു. ഞാനിങ്ങനെ നോക്കുമ്പോണ്ട് ഒരു അച്ഛന്റെ ഫോട്ടോയാ. അപ്പം അതിന്റെ പ്രയർ കാർഡ് ഇങ്ങനെ ആ കൊച്ചിങ്ങനെ പ്രാർത്ഥന ഒക്കെ ചൊല്ലുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നടന്നു പോകുന്ന കൊച്ചിനോട് ചോദിച്ചു ഇത് ആരാന്നൊക്കെ. അപ്പൊ ആ കൊച്ചു പറഞ്ഞു പാദ്രപ്പിയോ എന്ന് പറഞ്ഞ ഒരു അച്ഛനാ, ഒരു വിശുദ്ധനാന്നൊക്കെ. ഞാനൊക്കെ ആദ്യമായിട്ട് ഞാൻ ഈ അച്ഛനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് അധികമൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ ഇങ്ങനെ നൈസായിട്ട് നല്ല കൊച്ച അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നൈസായിട്ട് മുങ്ങി. പക്ഷെ എനിക്ക് അറിയത്തില്ല. നിനക്ക് എന്തെങ്കിലും അറിയോ ഈ അച്ഛനെ കുറിച്ച്? പാദ്രപ്പി ആക്ച്വലി ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സെയിന്റാ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പള്ളിയുടെ വെഞ്ചരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മധ്യസ്ഥൻ പാദ്രപ്പിയ. അപ്പം അങ്ങനെയാണ് കേൾക്കുന്നത്. പാദ്രപ്പിയനെ ആൾക്കാരെല്ലാം കൂടുതൽ അറിയുന്നത് എനിക്ക് തോന്നുന്നു ഈ പഞ്ചക്ഷതം സ്വന്തം റിസീവ് ചെയ്ത ഒരാളാണ്. ഈശോയുടെ പഞ്ചക്ഷതം അതേപോലെ റിസീവ് ചെയ്ത ഒരാളായിട്ടൊക്കെ, അങ്ങനെയല്ലേ? പിന്നെ അച്ഛൻ ഇങ്ങനെ അറിയപ്പെട്ടിരുന്നതും അല്ല ആൾക്കാരൊക്കെ അച്ഛൻ്റെ അടുത്ത് എത്തിയിരുന്നതും അച്ഛനൊരു ലിവിങ് സെയിന്റ് ആണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ വിശുദ്ധന് മനസ്സിലാവായിരുന്നു. അവരുടെ അടുത്ത് അങ്ങോട്ട് പറയുമായിരുന്നു കാര്യങ്ങൾ. പിന്നെ അവരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈശോ ഇങ്ങനെ ഭയങ്കര പ്രത്യേകമായിട്ട് ചൂസ് ചെയ്ത ഒരു വൈദികൻ. എന്നിട്ട് ഇങ്ങനെ അവർ പറയും പാദ്രപ്പിയൻ്റെ ഒരു കാല് സ്വർഗത്തിലാണെങ്കിൽ ഒരു കാല് ഭൂമിയിലാണ്. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയുടെ അടുത്തേക്ക് ഒത്തിരി ആൾക്കാരെ എത്തിക്കുന്ന ഒരു അച്ഛനായിരുന്നു. അറിയാത്തത് മോശമായിപ്പോയി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ശരിക്കും ഈ കയ്യിലൊക്കെ ഇങ്ങനെ മുറിവ് കാണാൻ പറ്റുമോ? അത് ശരിക്കും റിയലായിട്ട് തന്നെ ആ ഒരു മുറിവ് കയ്യിലുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാ എങ്ങനെയാ അതൊന്നും എനിക്ക് അത്ര ശരി. സിറ്റേൻ്റെ അടുത്ത് ഇങ്ങനെ കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നോക്ക്, ഇത് കുറെ ചോര ഉണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മുറിവുകള് വിശുദ്ധന് കിട്ടുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ 31-ാം വയസ്സിലാണ് കിട്ടുന്നത്. അത്ര വയസ്സേ ഉള്ളൂ. പക്ഷെ ബാക്കി നീണ്ട 50 വർഷം പിന്നെ അത് ആ മുറിവുകള് വിശുദ്ധന്റെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്. ശരി. ഇത് നോക്കി, ഈ 2 ഫോട്ടോയിലും ഇതിൽ കുറച്ചുകൂടി പ്രായം കുറവല്ലേ? കുറച്ചുകൂടി പ്രായമായ ഒരു ഇത്. എന്നാലും അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഇതിങ്ങനെ ഇത്രയും വലിയ മുറിവോടെ ഇങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ ഭയങ്കര ഒരു കൃപ തന്നെ വേണം. ശരിക്കും നമ്മൾ ഇത്രയും വർഷമൊക്കെ ഒരു മുറിവ് ഇത്രയും ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ചെറിയ ഈശോയുടെ കുരിശും ചുമന്ന് എന്തിനാ ജീവിതകാലം മൊത്തം കൊണ്ട് നടന്ന ആ ഒരു ഫീൽ അത്രയ്ക്കൊരു ഇന്റൻസിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ലേ? അത്ര ഇന്റൻസായിട്ട് ഈശോനെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലേ? ഈശോ നമുക്ക് വേണ്ടി സഹിച്ച ആ ഒരു സ്നേഹം ഓർക്കുമ്പോൾ ഈശോയോട് തിരിച്ച് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹമായിരിക്കുമല്ലോ. അപ്പം ഈ സഫറിങ് ഒക്കെ അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റുന്നതിൽ അങ്ങനെ കുറേ ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടാനും ഇതിലൂടെ അങ്ങനെ കുറേ സഫർ ചെയ്യാനും അതൊക്കെ സന്തോഷത്തോടെ സഫർ ചെയ്യാനും ഭയങ്കര ഹമ്പിളായിട്ട് അതിനെ റിസീവ് ചെയ്യാനൊക്കെ ഉള്ളൊരു അത് ശരിക്കും ഭയങ്കര ഗ്രേസാണ്. അപ്പോഴേ ശരിക്കും നമ്മൾ ഈ പാദ്രപ്പിയ വിശുദ്ധനല്ലേ? അപ്പൊ ഈ വിശുദ്ധന്മാരൊക്കെ ആണെങ്കിൽ ഒരുപാട് ഈ മിറാക്കിൾസ് ഒക്കെ നടക്കണ്ടേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് മിറക്കിൾസ് ചെയ്തിട്ടുണ്ട്, അതായത് നടന്നിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരിങ്ങനെ മറ്റുള്ളവരെ സുഖപ്പെടുത്താനൊക്കെ ഉള്ള ഒരു കഴിവ് വീശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഈ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഒരു സോൾജിയറിന് ഒരു വിഷൻ ഉണ്ടാവുന്നുണ്ട്. ആ വിഷനിൽ പാദ്രപ്പിയോ എന്ന് പറയാണ് പുള്ളിക്കാരൻ സേഫ് ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പം ആ സോൾജിയർ തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് പാദ്രപ്പിയോ ആ സോൾജിയറിന് വേണ്ടി എൻ്റെ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതുപോലെ വേറെ ഒരെണ്ണം ഞാൻ കേട്ടിട്ടുള്ളത് ഒരു അമ്മയും മോളും കൂടെ. ആ കുട്ടിക്ക് കണ്ണ് കാണത്തില്ല. അപ്പം അവളിങ്ങനെ അമ്മയുടെ കൂടെ വന്നു, പാദ്രപ്പിയോനോട് ഇത് പറയുന്നു. പാദ്രപ്പിയോ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ കുട്ടിക്ക് കാഴ്ച തിരിച്ചു കിട്ടുന്നു. ഇതിങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടുള്ളതല്ല, അല്ലാതെ ജീവിച്ചിരിക്കുമ്പോ തന്നെ നടന്ന കുറെ അത്ഭുതങ്ങൾ. അപ്പൊ നമ്മൾ ഈ ഇപ്പത്തെ ഈ അത്ഭുത പ്രവർത്തകർ ഈ സിദ്ധന്മാര് അവരെപ്പോഴൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലേ ശരിക്കും ജീവിച്ചിരിക്കുന്ന സമയത്ത്? ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരിക്കലും അങ്ങനെ സ്വന്തം കഴിവാന്നോ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗോഡ് സെർവന്റ് ആയിട്ട് തന്നെ പുള്ളി സ്വന്തം അങ്ങനെ പറയായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയായിരുന്നു പുള്ളി ജീവിച്ചിരുന്നത്. ഒരിക്കലും ആ ഒരു ക്രെഡിറ്റ് സ്വന്തം എടുക്കുമോ? പുള്ളി പറഞ്ഞിരുന്നത് ഞാനല്ല, കർത്താവാണ് സുഖപ്പെടുത്തുന്നത് എന്നുള്ളൊരു കാര്യം.
അതായത് ഇപ്പൊ ഇങ്ങനെ ഓരോ ഗിഫ്റ്റ്സ് ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ സുഖപ്പെടുത്താനുള്ള ഗിഫ്റ്റും ഇങ്ങനെ ഈ വിഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒത്തിരി ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പാതിരപ്പി കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഓരോ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ആ ഗിഫ്റ്റിലൂടെ ഈശോ ആഗ്രഹിക്കുന്നത് ഇതിലൂടെ കുറെ സോൾസിന് ഈശോയിലേക്ക് എത്തിക്കാൻ, ഈശോയോട് കൂടുതൽ അടുക്കാനൊക്കെ. അപ്പം അത് അങ്ങനെ ഓരോ ഗിഫ്റ്റ് കിട്ടുന്തോറും അതൊരു ഒരു ഹോൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഭയങ്കര ഹമ്പിൾ ആയിട്ട് ബൈലൊക്കേഷൻ, അതായത് ഒരു സമയത്ത് 2 സ്ഥലങ്ങളിൽ അങ്ങനെ കാണുന്ന ഒരു ഇതൊക്കെ. അപ്പൊ അതെല്ലാം ഇങ്ങനെ ഒരു കൂടുതൽ റെസ്പോൺസിബിൾ ആകുവാണ് ഈശോന്റെ അടുത്ത്, ഈശോ എന്നെ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കുവാണ്, അത് ചെയ്യുന്ന ഒരു ഹംബിൾ ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഞാൻ എന്നുള്ള അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിരുന്നു. ശരിക്കും ഭയങ്കര ഒരു എനിക്കിപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പാതിരപ്പിനെ കുറിച്ച് നോക്കാം. നമുക്ക് കുറച്ച് ഇന്റർനെറ്റ് എടുത്ത് നോക്കാം. നെറ്റെല്ലാം തട്ടാവുന്നത് പാതിരപ്പിയോ ഇങ്ങനെ കുറെ ഉണ്ട്. നമ്മളിങ്ങനെ തപ്പിയിട്ടുണ്ടെങ്കിൽ കുറെ ആർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ കിട്ടും. ഭയങ്കര കുറവാ. ആ ഒരു ഇത് നമുക്ക് ഗ്രോ ചെയ്യണം, വളർത്തണം. അങ്ങനെയൊക്കെ കൺഫെഷന്റെ സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇന്റർസീഡൊക്കെ ഇന്റർസെഷൻ ചോദിക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധനാണ്. അല്ല, ഇതിലിപ്പോ ഇങ്ങനെ ഒരു സാധനം കാണുന്നുണ്ട്, എന്താ ഹി കുഡ് റീഡ് സോൾസ് എന്നൊക്കെ. അതെന്നാ എന്താണ്? അത് ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞേ, ഈ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് പാതിരപ്പിക്ക് ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ കൺഫെഷന്റെ കേസിലൊക്കെ ആണെങ്കിൽ അച്ഛന്റെ അടുത്ത്, അതായത് പാതിരപ്പിയുടെ അടുത്ത് കൺഫെസ് ചെയ്യാൻ വരുന്ന ഒരാള് അവർ പറയുന്ന സിൻസ് അതല്ലാതെ ഇനി ഒരു മനഃപൂർവ്വം എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില സിൻസ് ഒക്കെ പറയാൻ ഇങ്ങനെ മടിയൊക്കെ തോന്നാറക്കില്ലേ. അപ്പം അങ്ങനെ മടിയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഏതെങ്കിലുമൊക്കെ പാവങ്ങൾ നമ്മൾ മറന്നു പോയിട്ട് പറയാതിരിക്കുക, അങ്ങനെയൊക്കെ വരുന്നതൊക്കെ പാതിരപ്പിക്ക് അറിയാം. സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു കഥ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി വന്നു. പുള്ളിക്കാരൻ അത്ര പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. ഇങ്ങനെ അവന് വിശ്വാസം നടിച്ച് അത്ര റിപ്പന്റ് ചെയ്യാതെ വന്ന ഒരു കുമ്പസാരായിരുന്നു. പുള്ളിക്കാരൻ അത് മനസ്സിലായി, കൈയോടെ പൊക്കി. പക്ഷെ ആ സമയത്ത് പറഞ്ഞത് പോയി തിരിച്ചു പോവുക, അതായത് ഒരുങ്ങി ശരിയായ അനുതാപത്തോടെ വന്ന് കുമ്പസാരിക്കാന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പുള്ളി ഞെട്ടി. എന്നിട്ട് ആ പുള്ളി പിന്നെ ഒരിക്കലും തിരിച്ചു വന്ന് ശരിയായ അനുതാപത്തോടെ വന്ന് കുമ്പസാരിച്ചൊരു കഥയുണ്ട്. നമുക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യാനൊക്കെ നമ്മളിങ്ങനെ പ്രിപ്പയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാതിരപ്പിനോട് പ്രാർത്ഥിക്കുക, അതായത് നല്ലൊരു കൺഫെഷൻ നടത്താൻ, നന്നായിട്ട് ഒരുങ്ങി ആ ഒരു റിയൽ റിപ്പൻറ്റൻസോടുകൂടിയൊക്കെ കൺഫ്യൂസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഗ്രേസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പുള്ളിയുടെ ലൈഫ് അത്ര സ്മൂത്ത് ഒന്നും അല്ലായിരുന്നു. അതായത് ഒരുപാട് സ്ട്രഗിൾസിലൂടെയും കുറെ വിലക്കുകൾ സഭയിൽ നിന്ന് തന്നെ വിലക്കും കിട്ടും. അതായത് ഇപ്പം ഇങ്ങനെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നല്ലോ പുള്ളി ചുറ്റുമുള്ളവർക്ക്. അപ്പം ഇതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നു, പിന്നെ ഈശോയുടെ വൂൺസ് ഒക്കെ സ്വന്തം റിസീവ് ചെയ്തു, അങ്ങനെയുള്ളതൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഇതിനെ അങ്ങ് കംപ്ലീറ്റ്ലി വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്കാണെങ്കിലും ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ലാതെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ കുറച്ച് നാളത്തേക്ക് പബ്ലിക്കായിട്ട് കുർബാന ചൊല്ലാനോ കുമ്പസാരിപ്പിക്കാനോ ഒന്നും അനുവാദമില്ലായിരുന്നു. ഇങ്ങനെ ഒരു ഹൗസ് അറസ്റ്റ് പോലെ ഇങ്ങനെ ഒരു വീട് തടങ്കലിൽ ഇങ്ങനെ കുറച്ച് നാൾ കഴിയേണ്ടിയൊക്കെ വന്നു. പക്ഷെ എന്നാലും അത് ഇങ്ങനെ എന്താ, ഇതൊക്കെ എനിക്ക് ഈശോ തന്ന ഗിഫ്റ്റ് അല്ലേ, അതൊക്കെ പാതിരപ്പിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ബട്ട് സ്റ്റിൽ അങ്ങനെ സഭ അങ്ങനെ പറഞ്ഞപ്പോഴും അത് ആ ഒരു അനുസരണത്തെ പ്രതി അതും അങ്ങനെ ഒരു സഫറിങ് ആയിട്ട് ഏറ്റെടുത്ത്, അതും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങനെ ഏറ്റെടുത്ത ഒരാളായിരുന്നു. പിന്നെ മരിച്ചതിന് ശേഷമാണെങ്കിൽ പോലും ഒത്തിരി അത്ഭുതങ്ങള് പാതിരപ്പിന്റെ ഇതിൽ നടന്നിട്ടുണ്ട്, പാതിരപ്പിന്റെ മധ്യസ്ഥയിൽ. അങ്ങനെയാണ് ഇപ്പൊ 20th സെഞ്ചുറിയിലെ പോപ്പുലർ സെയിന്റ് എന്നൊക്കെയാ പാതിരപ്പിനെ പറയുന്നത്. അപ്പം ഇതുപോലുള്ള കുറെ സഹനങ്ങളും ആ ഒരു എല്ലാ ഈശോയോടുള്ള ഒരു സ്നേഹമായിരുന്നു പാതിരപ്പിക്ക് ഇതിനെല്ലാത്തിനും ഒരു ധൈര്യം കൊടുത്തതും അതിനുള്ള ആ ഒരു ബൂസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം അതാണ് പാതിരപ്പിനെ അങ്ങനെ ഒരു വിശുദ്ധനാക്കിയത്. ശരിക്കും നല്ല രസമുണ്ടല്ലോ. ശരിക്കും നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പുതിയ വിശുദ്ധരൊക്കെ കണ്ടുപിടിച്ച് അല്ലേ, നല്ലൊരു ഐഡിയ അല്ലേ? ഇടയ്ക്കൊരു വീക്കെൻഡ് ഒക്കെ നമുക്ക് ഇങ്ങനെ കൂടിയിരുന്ന് ഓരോ വിശുദ്ധരെ കുറിച്ച് ഇങ്ങനെ പുതുതായിട്ട് ശരി നമ്മൾ അറിയാത്ത കുറെ സെയിൻസ് ഉണ്ടാവുമല്ലോ തന്നെ. അപ്പം അങ്ങനെ കൂടുതൽ സെയിൻസിനെ നമുക്ക് ഇനി കണ്ടുപിടിക്കാം.